ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. പായസം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ രമ്യ ഇന്ന് തന്നെ പായസം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലി പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുറിക്കുക. പാല് അടുപ്പത്തോട്ട് ഒഴിക്കുകയാണ്. എല്ലാം ഒഴിക്കണം. ഒരുപാട് പാലിൻ്റെ പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഉള്ളു. രമ്യ ഇന്ന് തന്നെ പായസം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചാ. അപ്പോൾ എന്താ പറയുക, രമ്യനോട് പറഞ്ഞ ഒരു സസ്പെൻസും കൂടെ ഉണ്ട്. എനിക്കും അറിയില്ല എന്താ സസ്പെൻസ്. എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പൊ അങ്ങനെ വന്നതാ. ഇച്ചിരി വെള്ളം ഒഴിക്കാം, അതൊന്നും കുഴപ്പമില്ല. രമ്യ കവറ് കഴുകി കവറിനകത്തുള്ള പാലും കൂടെ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു. വെള്ളം ചേർക്കോ പാലില്? കവർ വെച്ചിട്ട് അതിൽ കുറച്ച് ഇച്ചിരി വെള്ളം ചേർത്ത് ലേശം, അധികമില്ല, കുറച്ച്. ഓക്കെ. സേമിയൊക്കെ രമ്യ എടുക്കുന്നുണ്ട്. പായസം മിക്സ് ആണ് മേടിച്ചേക്കുന്നത്. നമുക്ക് പാല് തിളച്ച് വരുന്നുണ്ട്. പാല് തിളക്കുന്നുണ്ട്, തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അടി കട്ടിയുള്ള പാത്രത്തിലായിരിക്കണം വെക്കേണ്ടത്, അല്ലെങ്കിൽ അടി പിടിക്കും. മരത്തവി കൊണ്ടാണ് ഇളക്കണ കേട്ടാ. പാല് തിളച്ചു, അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണേന്ന്. നമുക്കിതിൽ പായസം മിക്സ് ചേർക്കാം. സിമ്മിടാം. ഇതിൽ കണ്ട പായസം മിക്സ് കണ്ടിട്ടുണ്ടാവായിരിക്കും എല്ലാവരും. നോക്കിക്കോ, ഇതിൽ പഞ്ചസാര അടക്കം എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചേർക്കണ്ട. ഇതങ്ങനെ തന്നെ മൊത്തം ഇടണ്ട, കുറച്ച് മതി. ഞാൻ പാതിയോളം ചേർക്കുന്നുള്ളൂ. പാതിയായോ? അത് നീ പറ്റിക്കുവോ? ഇല്ല, പാതിയായി. എന്നാ അതിൻ്റെ ആയി. പാതിയോളം ചേർത്തിട്ടുണ്ട്. നീ ഗ്യാസുറ്റിയുടെ മുകളിലായിരിക്കുന്നേ. ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പായസം വെന്തിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയതുകൊണ്ട് അധികം സമയം വേണ്ട, 10 മിനിറ്റ് മതിയാവും. തിളക്കുന്നുണ്ട്. കാലായിട്ടുണ്ട്. ഇനി ഓഫാക്കാൻ പോയിരുന്നു. ചൂടാറി കഴിഞ്ഞതിന് ശേഷം കഴിക്കാം. നമുക്ക് അല്ലെങ്കിൽ വായു കൊള്ളൂലേ. നല്ലോണം തിളക്കുന്നുണ്ട്. ഇതിന്റെ പേരാണ് ബോളി. കണ്ടോ, ഇതാണ് ബോളി. നിനക്കിതൊക്കെ എവിടെ കിട്ടുന്നത്? കിട്ടും. ഓരോന്നൊക്കെ ഒപ്പിച്ചോണ്ട് വരണ്ടേ? ഇതൊക്കെ എവിടെ ഒപ്പിച്ചോണ്ട് വരുന്നതാ? എന്നെ കഴിക്കുന്നതാണ് വിളിക്കുന്നത്. വേണ്ട, മരുന്ന് ഐസാ, പൊട്ടി പോകും. തിരുവനന്തപുരത്തുകാർക്ക് ഇങ്ങനെ കല്യാണങ്ങൾക്ക് ഇങ്ങനെ പായസം വിളമ്പുന്നത് കേട്ടിട്ടുണ്ട്. പായസവും പൊടി ഒന്ന് കഴിച്ചു നോക്ക്, എങ്ങനെ ഉണ്ടെന്ന് അറിയാം. ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. കഴിച്ചു നോക്ക്. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു ഫ്രണ്ട് വന്ന് വിളിക്കുന്നുണ്ടല്ലോ എന്ന് നീ വിചാരിക്കേ. ഫ്രണ്ട്സും കഴിക്കാൻ വിളിച്ചിട്ടില്ല. കഴിച്ചു നോക്കിയേ. ഇത് നമ്മള് കൈ വെച്ചിട്ട് കഴിക്കാൻ സ്പൂണൊന്നും തരില്ല കേട്ടോ.
എങ്ങനെയുണ്ട്? കളാ പൊളിയാണ് മക്കളെ. അയക്കാത്തവരെ നീ കഴിച്ചു നോക്കണം. അതെ, സൂപ്പർ ടേസ്റ്റ് ആണ്. എന്ത് പായസമായാലും കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ? എന്ത് പായസം കഴിക്കാൻ അത് തേങ്ങ വെച്ചിട്ട് വന്നിട്ടുള്ളൂ. എനിക്ക് ഇഷ്ടമാണ് തേങ്ങ. പായസം പൊളികളാ. പൊളിയാണ്. ഈ ബോളി എന്ന് പറഞ്ഞപ്പോ ആ പേര് കേട്ടപ്പോ ഞാൻ വിചാരിച്ചത് ഉരുണ്ടിരിക്കുന്ന സാധനം. ഈ ബോൾ എന്നൊക്കെ പറയുന്ന പോലെ ഉരുണ്ടിരിക്കുന്ന ബോളി എന്ന് പറഞ്ഞത് മറ്റേ ചപ്പാത്തി വെക്കുന്നത്. കടലമാവും നെയ്യും പഞ്ചസാരയും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ബോളി. ഈ ബേക്കറികളിലൊക്കെ മേടിക്കാൻ കിട്ടും. കണ്ടിട്ടുണ്ട് ബോളി ഇവിടെ കിട്ടും. ഇതെന്ത് സാധനം ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല, കണ്ടിട്ടില്ലായിരുന്നു. സംഭവങ്ങളാ. അപ്പൊ കഴിക്കാത്തവരെല്ലാവരും ഒന്ന് കഴിച്ചു നോക്കാം. എനിക്ക് കുറെ കാലമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാക്കണം. അപ്പം ഫ്രണ്ടിനെ കൂടെ വിളിച്ചാണ്. അപ്പൊ ഇനി വീട്ടിലൊക്കെ പായസം പോകുമ്പോ എല്ലാവരും പായസവും ബോളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലതായിരിക്കും. ഇപ്പൊ കഴിച്ചിട്ടുള്ളവർക്ക് ഇത് കഴിക്കുന്ന കാണുമ്പോ വായിക്കൂടെ വെള്ളം വീഴുന്നു. വെള്ളം വരും, വായിക്കൂടെ വെള്ളം വരും. കഴിച്ചിട്ടില്ലാത്തവർക്കും ചിലപ്പോൾ വായിക്കൂടെ വെള്ളം വരുന്നുണ്ടാവും. ട്രൈ ചെയ്ത് നോക്കുക. അതെ, കഴിക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. സൂപ്പറാണ് കേട്ടോ. കഴിച്ചിട്ട് ചപ്പളം കഴിച്ചപ്പണം സൂപ്പറല്ലേ? എടുത്തിട്ട് പിന്നെ പായസത്തിൽ ഇങ്ങനെ കുഴച്ചിട്ട് ഇതിങ്ങനെ അല്ലേ? സംഭവം കേട്ടോ, ഞാൻ ജീവിതത്തിൽ ആദ്യം കഴിക്കുന്നത്. ഇനി എന്തെങ്കിലും വേണ്ട റേറ്റിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം. ഇനി കഴിക്കാം, വിളിച്ചാൽ മതി. അതെ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പായസം ബോളിയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കുക. എല്ലായിടത്തും എല്ലാ ബേക്കറികളിലും തന്നെ ഈ ബോളി എന്ന് പറഞ്ഞ സാധനം മേടിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നു അല്ലേ? ബേക്കറിയിൽ നിന്ന് മേടിക്കുന്നത് അത് പാക്കറ്റ് വരുന്നതല്ലേ? ബേക്കറികളിലൊക്കെ മേടിക്കാൻ കിട്ടും. അങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. കടലപ്പൊടി പിന്നെ നെയ്യും പഞ്ചസാരയും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. അപ്പൊ ബേക്കറികളിലൊക്കെ മേടിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് പായസം മേടിക്കാൻ കിട്ടും. ഒരു പാക്കറ്റിൽ 4 ഉണ്ടാവും. 70 രൂപ ചാർജ്. അതിവിടെയൊക്കെ 70 രൂപയാണ്. അറിയില്ല. പിന്നെ എന്താ പറയാ, ഇൻസ്റ്റന്റ് പായസം മേടിക്കാൻ കിട്ടും. അപ്പൊ മേടിച്ചിട്ട് എല്ലാവരും ഒന്ന് ബോളിയും പായസവും ട്രൈ ചെയ്ത് നോക്കുക. എന്ത് പായസം ആയാലും ഓക്കെ എന്നാണ് രവി പറയുന്നത്. അതായത് സേമിയ പായസത്തിനും കൂടുതൽ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് സേമിയ ഭയങ്കര ഇഷ്ടമാണ്. അതൊന്ന് സേമിയ ഉണ്ടാക്കുക. എന്ത് പായസത്തിന്റെ കൂടെ വേണമെന്നും കഴിക്കാം. അടപ്രഥമനാണെങ്കിലും കഴിക്കാം. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.